തെറ്റ് കണ്ടാ തിരുത്തണം, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. അത് ആർഭാട വിവാഹമാകട്ടെ, ഏതെങ്കിലും പടച്ചവനെ വിവാഹത്തിന്റെ വീടുകളിൽ പടക്കം പൊട്ടിക്കലാകട്ടെ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എതിരെ നടക്കുന്ന ഒരു കാര്യമാകട്ടെ, തെറ്റാണെന്ന് പറയണം. നീ പറഞ്ഞാ ചിലപ്പോ നിന്നെ കളിയാക്കും, നിന്നെ പരിഹസിക്കും, നിന്നെ നാണം കെടുത്തും. എങ്കിലും ബാപ്പാ പറയാനുള്ളത് പറയണം, ബാപ്പാ പറയാനുള്ളത് പറയണം, ബാപ്പാ. അല്ലാതെ അവന്റെ പാടാ എന്ന് പറഞ്ഞു നടക്കരുത്. ജീവിതത്തിൽ തെറ്റ് കാണുമ്പോ തിരുത്തി കൊടുക്കാൻ കഴിയണം. അങ്ങനെ തിരുത്തി കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ ഉപ്പമാരോട് എന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ബാപ്പാ. അങ്ങനെ പറഞ്ഞു കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ കബർ വെട്ടിപ്പൊളിച്ചിട്ട് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിണ്ടാരങ്ങളിൽ കുടുകുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉഗനമലയോളം വലുപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു തുണിയില്ലാതെ, നൂൽബന്ധമില്ലാതെ, ചെരുപ്പില്ലാതെ ചെമ്മിന്റെ തറയിൽ നിൽക്കുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. അതാ തലയുടെ മുകളിൽ ഒരു ചാള മുകളിൽ സൂര്യന് കത്തി ജ്വലിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ജനങ്ങളുടെ മുഖത്ത് കൂടെ തുളച്ചോറ് തുളച്ചിട്ട് ഉരുകി ഉരിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, വിയർപ്പിന്റെ അകത്ത് മുട്ടുവര, അരവര, നെഞ്ചുവര, കഴുത്തുവര ജനങ്ങൾ വിയർപ്പിനകത്ത് കിടന്ന് മുങ്ങി താഴുന്ന ദിവസമുണ്ടല്ലോ. നഫ്സി നഫ്സി യാ വൈലതാ യാ ഖസ്റതാ എന്ന് പറഞ്ഞുകൊണ്ട് വിഭ്രാന്തിയോടെ ജനങ്ങളെ സ്വന്തം പണിതാലുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം തന്റെ നാട്ടിലൊരു തെറ്റ് നടക്കുമ്പോ മോനെ അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തതാണ്, ഇസ്ലാമിനെതിരാണ്. പടച്ചവനെ തന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഒരു തെറ്റ് തിരുത്തി കൊടുക്കുന്ന വാപ്പാ, നിന്നെ കളിയാക്കാ, നിന്നെ പഴന്തനെന്ന് വിളിക്കാ, നിന്നെ കിളവായെന്ന് വിളിച്ച നാണം കെടുത്താ. പക്ഷേ നീ ഭയപ്പെടണ്ട, നീ ഒരിക്കലും വിഷമിക്കണ്ട. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ അല്ലാഹുവിന്റെ കോടതിയിലോ മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങൾ പ്രവാചകന്മാർ അവരും അവരുടെ സമുദായം മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു ഒരു വിഭാഗത്തെ വിളിക്കുകയാ, അല്ലാഹു ഒരു വിഭാഗത്തെ വിളിക്കുകയാ. പ്രായം തന്നെ ഒരു വിഭാഗം വാപ്പമാരെയും ഉമ്മമാരെയും അല്ലാഹു വിളിക്കുകയാണ്. പ്രായം ചെന്ന വാപ്പമാര്, പ്രായം ചെന്ന ചില ഉമ്മമാര് അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്, അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഇന്ന് നിങ്ങൾക്ക് വിചാരണയില്ല, ഇന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നില്ല. നിങ്ങൾ ചെയ്തത് മുഴുവനും പുറത്തു തന്നിരിക്കുകയാണ്. ആ കാണുന്ന സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ച റബ്ബിന്റെ അതാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ട് പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പഴും അതിനോട്. അതിലേക്കു നീയൊരു വാസുതാ മന്നാനേ,
അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. കോടാലി കോടി രൂപ കൊടുത്താ കിട്ടാത്ത പടച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ പരിസരത്തുള്ള ചില വാപ്പമാരോട് ലോകമാരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിങ്ങൾ അല്ലാഹു അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വിചാരണയില്ല, നിങ്ങൾക്ക് വിചാരണയില്ല. കാണുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പൊക്കോ, കാണുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പൊക്കോ. അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? യഅ്മുറൂന ബിൽ മഅറൂഫ് വ യൻഹൗന അനിൽ മുൻകർ. നബി അവിടെന്ന് പറയുന്ന സഹാബ, തെറ്റ് കണ്ടാ തിരുത്തുന്ന വാപ്പമാരെ, നന്മ ഉപദേശിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് അല്ലാഹു നാളെ തരുന്ന പ്രതിഫലമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇത് നിങ്ങളുടെ ബാധ്യതയാണ്, ഇത് നിങ്ങളുടെ കടമയാണ്, ഇത് നിങ്ങൾ മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാതെ സ്വന്തം കാര്യം നോക്കി നടന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു പ്രവാചകന്റെ ചരിത്രം കാണാം. അല്ലാഹു ഒരു പ്രവാചകന്റെ സമുദായത്തോട് പറഞ്ഞു, നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാണ്. ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഈ ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളിൽ ചിലരുണ്ടല്ലോ, അവർ പ്രവാചകന്റെ വാക്ക് കേൾക്കാതെ കടലിൽ മീൻ പിടിക്കാൻ പോകുകയാണ്. ഒരു പ്രവാചകന്റെ സമുദായത്തോട് അല്ലാഹു പറഞ്ഞു, ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത്, അന്ന് നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാണ്. എന്നാ ചിലെണ്ണം പറഞ്ഞു, പിന്നെ പോടാ പണിയും നോക്കി എല്ലാം കടലിൽ പോയി, എല്ലാം മീൻ പിടിക്കാൻ പോയി. ആ സമയത്ത് പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ഈ മീൻ പിടിക്കാൻ പോയവരെ മുഴുവനും അല്ലാഹുവേ നീ കൊരങ്ങന്മാരായിട്ട് ഇവരുടെ രൂപം നീ മാറ്റിക്കളയണം. അവിടെ നിന്ന് ദുആ ചെയ്തു. കടലിൽ മീൻ പിടിക്കാൻ പോയവരെയൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ തല കൊരങ്ങന്മാരാക്കി രൂപം മാറ്റാൻ വേണ്ടി ദുആ ചെയ്തു. അപ്പൊ കരയിൽ കുറെ പേരുണ്ടല്ലോ മീൻ പിടിക്കാൻ പോകാത്തവർ. ഉദാഹരണം പറഞ്ഞ പെരുന്നാൾ റമളാൻ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകും. റമളാൻ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഈ നിത്യമായിട്ട് നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാർ ചോദിക്കും, നീയും പള്ളിക്കകത്ത് കയറിയോടാ, എത്ര നാളത്തേക്കാ? ഒരു കളിയാക്കുന്ന രീതി. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സമുദായത്തിൽ ഒരു വിഭാഗം കടലിൽ പോകാതെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗമുണ്ട്. അവരിങ്ങനെ കരയിൽ നോക്കി നിൽക്കുക. കടലിൽ പോയവരൊക്കെ തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്നത് കാണാൻ ഇവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സമയത്ത് ആ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മറിക്കണേ തമ്പുരാനെ. കാരണം എന്തേ? ഇവര് കടലിലേക്ക് പോയവരുടെ കയ്യിൽ പിടിച്ചിട്ട് അവരെ ഉപദേശിക്കാൻ ഇവര് തയ്യാറായില്ല, തെറ്റ് തിരുത്തി കൊടുക്കാൻ അവർ തയ്യാറായില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ആദ്യം കിട്ടുന്നത് നിങ്ങൾക്കാ. ഈ നാട്ടിലെ ചെറുപ്പക്കാർ അനാചാരങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുമ്പോ, നിന്റെ കുടുംബത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലതും നടക്കുമ്പോ തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആദ്യം പണി കിട്ടുന്നത് പ്രായമുള്ള ഉപ്പമാർക്കാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന, നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന പ്രായം ചെന്നവർ ഇന്ന് നാടുകളിൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ളവരെ, സമയം 11:15 നിർത്താറായോ? എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരിക്കാമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പിരിവ് നടത്തുവാണെങ്കിൽ ഇവിടെ നടത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങിയിട്ട് കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ഹജ്ജും ഉംറയും ചെയ്തിട്ടേ ഉറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചെയ്യൂലേ? ചെയ്യോ? ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചെയ്യോ? ഹജ്ജും ഉംറയും ചെയ്യൂന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കി.
മക്കത്തൊന്നും പോണ്ട, കൈവക്ക്, പേടിക്കണ എന്തിനാ? ഒരു നല്ല കാര്യം ചെയ്താൽ ഹജ്ജും ഉംറയും എന്തിനാ സഹോദര? ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടല്ലോ. 1,90,00,000 പാപങ്ങൾ പൊറുക്കുന്ന ഒരു ദിക്ർ പറഞ്ഞിരട്ടെ, ചെയ്യോ? 1,90,00,000 പാപങ്ങൾ പൊറുക്കുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞിരട്ടെ, പറയോ? വേണ്ടേ? വേണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹു ഈ മാറാകട്ടെ. അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങിയിട്ട് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്നുറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ കാര്യം, ഇന്ന് ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള 4ാമത്തെ കാരണം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 4ാമത്തെ കാരണം എന്തെന്നറിയുമോ? 1ാമത്തെ കാര്യം നീതിമാനായ ഭരണാധികാരികളില്ലാത്തതാണ്. 2 സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളില്ലാത്തത് കൊണ്ടാണ്. 3 തിന്മ കണ്ടാൽ തിരുത്തുന്ന നന്മ ഉപദേശിക്കുന്ന പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഇല്ലാത്തത് കൊണ്ടാണ്. 4 വനിസാഉഹും മസ്തൂറാത്ത് യതബറജന തബറജൽ ജാഹിലിയത്തിൽ ഉലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന 4ാമത്തെ കാരണം എന്തെന്നറിയുവോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളാ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ് 6ാം നൂറ്റാണ്ടിലെ കാട്ടറബികളായ പെണ്ണുങ്ങളെ പോലും തോൽപ്പിച്ച് കളയുന്ന രീതിയില്, അവരെ പോലും പരാജയപ്പെടുത്തി കളയുന്ന രീതിയില്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഉള്ളത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. നിങ്ങൾ എന്നോട് ദേശം കാണിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല. നിങ്ങളുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ഞാനിത് പറയാതെ ഇരുന്ന നാളെ അല്ലാഹു നരകത്തിൽ എടുത്തു വെക്കുന്ന 1ാമത്തെ വിറക് എന്റെ ശരീരമായിരിക്കും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പെങ്ങന്മാരോട്, അല്ലാഹുവേ, ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികൾ കണ്ടാൽ, അവരുടെ നടത്തവും അവരുടെ സ്വഭാവവും അവരുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അത്ഭുതം സംഭവിച്ചു പോവുകയാണ്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്തേ സംഭവിച്ചത്? ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാർക്ക് എന്തേ സംഭവിച്ചത്? എന്തെല്ലാം കോമാളിത്തരങ്ങളാണ്, എന്തെല്ലാം പീക്കൂത്തുകളാണ്. അല്ലാഹുവിനും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്റെ പെങ്ങൾക്ക് ഇന്ന് യാതൊരു പേടിയുമില്ല. അവൾക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല, കബറിനെ കുറിച്ചുള്ള ചിന്തയില്ല, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ടവളാണെന്നുള്ള ഓർമ്മയില്ല. ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു എന്നെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മറന്നു പോവുകയാണ്. എല്ലാവരും ടിക്ടോക്കിന്റെ പുറകിലാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, അല്ലാഹുവേ, പണ്ടുള്ള പെണ്ണുങ്ങൾ തന്റെ മുഖം മറ്റൊരുത്തനെ കാണുന്നത് പേടിച്ചിരുന്ന ഒരു കാലമുണ്ട്, ലജ്ജയുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അവന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ മടി കാണിച്ചിരുന്ന പെണ്ണുങ്ങളുടെ കാലമുണ്ട്. പക്ഷേ ഇന്ന് പടച്ചവനെ, എന്റെ സഹോദരിമാര് പടച്ചവനെ ടിക്ടോക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തണ്ടുന്ന കാലമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു പെങ്ങള്? 15ഉം 20ഉം വയസ്സുള്ള പെൺമക്കള് പോകട്ടെ, 40 തികഞ്ഞ എന്റെ ഉമ്മമാര് പോലും ഇന്നതിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. പെങ്ങളെ, 15 വയസ്സുകാരിക്ക് പക്വതയെത്തിയില്ല. ഈ 40 തികഞ്ഞ കിളവിയായ നിനക്കിനി എന്ന് പക്വതയെത്താരാ? 40 തികഞ്ഞ ഉമ്മ 18 വയസ്സുകാരിയായ 20 വയസ്സുകാരിയായ മകളുടെ കൂടെ ടിക്ടോക്ക് നടത്തുന്നത് ഉമ്മയാണ്. അല്ലാഹുവേ, തന്റെ പൊന്നാര മക്കള് തോന്നിവാസം കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് ഉമ്മയാ.
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, എന്തിനാ മോളെ നിനക്ക് ഈ രാജ്യത്ത് എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്നത് പറയുന്നവൻ അകത്ത് പോയി കിടക്കേണ്ട അവസ്ഥയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നീ എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ചോ. എന്തിനാ മോളെ ഫർദ ധരിക്കുന്നത്? എന്തിനാ മോളെ ഫർദ ധരിക്കുന്നത്? അതൊരു പുണ്യമായ വസ്ത്രമല്ലോ. അത് ആയിഷ ബീവി ധരിച്ചതല്ലോ, അത് ഖദീജ ബീവി ധരിച്ചതല്ലേ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ വ്യക്തമായ ഫാത്തിമ ബീവി ധരിച്ചതല്ലേ. ഒരുപാട് മഹദികൾ ധരിച്ച ഫർദയല്ലേ മോള്. എന്തിനാ അതിട്ടുകൊണ്ട് നീ ഈ പണി കാണിക്കുന്നത്? നിനക്കതൊന്ന് ഊരിയിട്ടുകൂടെ? എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാർ, ആരെയും മറന്നുപോയി. ഇബ്രാഹിമിനെ മറന്നു, റസൂലുള്ളാഹിനെ മറന്നു, വാപ്പയെ മറന്നു, ഉമ്മയെ മറന്നു, ഗുരുനാഥനെ മറന്നു, എല്ലാവരെയും മറന്നു. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ എന്തിനെന്റെ പ്രിയമുള്ളവരെ ഇന്ന് വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല, യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാൽ തന്റെ കണ്ണിന്റെ മുന്നിൽ ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്, വാപ്പയുടെ പ്രായമുള്ളവരിയ്ക്കുന്നുണ്ട്, ഉമ്മയുടെ പ്രായമുള്ളവരിയ്ക്കുന്നുണ്ട്, തന്നെ പോലെ ചെറുപ്പക്കാരിയായ പെണ്ണുങ്ങളിരിക്കുന്നുണ്ട്. ഇതെല്ലാവരും മുന്നിലിരിക്കുമ്പോഴും അമുസ്ലിമായ കൂട്ടുകാരന്റെ മടിത്തട്ടിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഇങ്ങനെ കഴിയുന്നടി നിനക്കിങ്ങനെ കാണിക്കാൻ ആരിരുന്നാലും നാണമില്ല. അവന് ലജ്ജയുണ്ട്, അവന് ലജ്ജയുണ്ട്. പക്ഷേ നമ്മുടെ സമുദായത്തിന് ലജ്ജയില്ല. അവനൊടിഞ്ഞു മാറിയാലും വിടില്ല. അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ഉസ്താദന്മാരുടെ മുന്നിലിരുന്ന് സെൽഫി എടുക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബേ തന്റെ വികാരം തീർക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിന്നെ ചോദിക്കാനും തടയാനും ആരുമില്ല. എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. അതിനാ നിനക്കെതിരെ ആരെങ്കിലും പറഞ്ഞാ അവനെ പിടിച്ചകത്തിടാനും ആളുണ്ട്, നിനക്ക് പ്രോത്സാഹനം തരാൻ ആളുണ്ട്, നിനക്ക് കൊടി പിടിക്കാൻ ആളുണ്ട്, നിന്നെ സഹായിക്കാൻ ആളുണ്ട്. പക്ഷേ ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ഒരു ദിവസം നിനക്ക് വരുമ്പോ നീ ഇവരെ എല്ലാവരെയും വിളിക്കണം മോളെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നിന്റെ കൂടെ എല്ലാവരും ഉണ്ട്. പക്ഷേ ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ ഫകശഫനാ അൻക ഇതാക ഫബസറുക അൽയൗമ ഹദീദ്. നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് മണിയായികളും ഇറങ്ങി വരും. അവർ പറയും കൊണ്ടുപോകാമെന്നതാടി, നിന്നെ റൂഹ് പിടിക്കാമെന്നതാണ്. പിടിച്ചു കൊടി പിടിച്ചവര്, പ്രോത്സാഹനം തന്നവര്, കൂടെ നടന്നവര്, ഷെയർ ചെയ്തവര്, നിനക്ക് ലൈക്ക് തന്നവര്, എല്ലാവരെയും വിളിക്കില്ലൂലോ. പടച്ചവനെ ആ മരണത്തിന്റെ രംഗം ഇങ്ങനെ കടന്നു വരുമ്പോ അവരുകൾ പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. പറയുന്ന ദിവസം ആര് വരുമടി നിന്നെ രക്ഷിക്കാൻ? ആ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരാ നിനക്ക് വരുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് നാള് ഇന്നിങ്ങനെ നടക്കുമ്പോ അമ്മ നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഓന്തോടിയാൽ എവിടെ വരെ ഓടുമ്പെണ്ണ്, നീ പോയാൽ എവിടെ വരെ പോകുമടി? ഈ ഓട്ടത്തിനൊരവസാനമുണ്ട്. അല്ലാഹ് പറയുകയാ, അല്ലാഹ് പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാൽ ഒരു ദിവസം നീ എന്റെ മുന്നിൽ തിരിച്ചു വരുമടി. നീ എവിടെ പോയാൽ നാളെ എന്റെ മുന്നിൽ
അറിയണമെന്ന് നിൽക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ, ഇന്നെല്ലാ ഫ്രണ്ട്ഷിപ്പാണ്. ഇവന്റെ കയ്യിൽ പിടിച്ചാലും കുറ്റം പറയാ പാടില്ല. കൂട്ടുകാരാണ് പെങ്ങളെ വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കിടപ്പറയിൽ കിടന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറഞ്ഞത്. അല്ല വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. നിങ്ങൾ അടുക്കല്ല്, നിങ്ങൾ അടുക്കല്ല്. അവന്റെ കയ്യിൽ പിടിക്കുന്നത് വ്യഭിചാരമാണ്. അവനെ കാണുന്നത് വ്യഭിചാരമാണ്. അവനോട് സംസാരിക്കുന്നത് വ്യഭിചാരമാണ്. അവൻ പറയുന്നത് കേൾക്കുന്നത് വ്യഭിചാരമാണ്. അവനെ കുറിച്ച് ചിന്തിക്കുന്നത് വ്യഭിചാരമാണ്. ഇത് വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്നവന്റെ ആയുസ് കുറവാണ്. ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്നവന്റെ ആയുസ് കുറവാണ് പൊന്നുമോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, അഹങ്കാരം കുറയ്ക്ക് പെണ്ണേ, ഒന്ന് താഴെ ഇറങ്ങടി പൊന്നുമോളെ. 50 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം ഈ 18 വയസ്സിന് നീ ചെയ്തില്ലേ പെണ്ണുമോള്? 20 വയസ്സുള്ള 25 വയസ്സുള്ള പെങ്ങളോട് ഞാൻ ചോദിക്കുകയാ, നിന്റെ ഉമ്മയുടെ ഉമ്മ 60 വയസ്സ് 70 വയസ്സ് വരെ ജീവിച്ചവരാ. നിന്റെ അടുക്കൽ എത്രയോ പ്രായം ചെന്ന ഉമ്മ ഇരിപ്പുണ്ട്. ആ ഉമ്മ 60 കൊല്ലം കൊണ്ട് ചെയ്യാത്ത പാപം മോളെ നിന്റെ ഈ ചെറിയ പ്രായത്തിൽ ചെയ്ത് കളഞ്ഞില്ലേടി. ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായി കൂടെ, ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് നിർത്തിക്കൂടെ. യുവത്വത്തോട് എനിക്ക് പറയാറുള്ളത്, എന്റെ പെങ്ങന്മാരോട് എനിക്ക് പറയാറുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകന് 3 വിഭാഗം പെണ്ണുങ്ങളെ ശപിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിരിക്കുകയാ. അവൾ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ, അവൾ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ. അല്ലാഹു ശപിച്ചാ നന്നാകുമോ മോളെ? അല്ലാഹു ശപിച്ചാ നന്നാവോ? ശപിച്ചവനാണ് ഇബ്ലീസ്. അവന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. അതുകൊണ്ട് അല്ലാഹു ശപിച്ച 3 വിഭാഗം പെണ്ണുങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ വിഭാഗമാരാ, അതിലെ ഒന്നാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയ 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം പച്ചകുത്തുന്നവരാ. ഇന്ന് പച്ചകുത്തുന്നത് ഒരു വല്ലാത്ത ട്രെൻഡാണല്ലോ. ശരീരത്ത് പച്ചകുത്തുന്നത് വല്ലാത്ത ട്രെൻഡാണല്ലോ. നേരത്തെ ആണുങ്ങൾ മാത്രമാണ് ചെയ്തതെങ്കിൽ ഇന്ന് പെണ്ണുങ്ങളിലേക്കും കടന്നു വന്നിരിക്കുകയാ. അവളുള്ള വീട് നേരെയാകൂല. അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളുള്ള വീട്. റസൂലുള്ള പറയുകയാണ്, നിന്റെ ഭാര്യയുണ്ടോ, നിന്റെ മക്കളുണ്ടോ, നിന്റെ കൂടപ്പിറപ്പുണ്ടോ? അല്ലാഹു ശപിച്ച 3 വിഭാഗത്തിൽ നിന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? റസൂലുള്ള പറയുകയാ, പച്ചകുത്തുന്നവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? ചെറുപ്പക്കാരാ, നീ ചോദിക്കുമല്ലോ, ഉസ്താദേ എന്ത് ചെയ്തിട്ടും ഞാൻ എന്തേ നേരെയാകാത്തത്? ഞാനെന്ത് കച്ചവടം ചെയ്താലും പൊളിയുന്നല്ലോ, എന്തെല്ലാം ഉണ്ട് ഉസ്താദേ, പറക്കത്തില്ലല്ലോ, വയറ് നിറയുന്നില്ലല്ലോ, തൃപ്തിപ്പെടാ കഴിയുന്നില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരാ, വീട്ടിൽ പോയിട്ട് നോക്കടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പടച്ച റബ്ബ് ശപിച്ച രണ്ടാമത്തെ വിഭാഗമാരാ? സൗന്ദര്യത്തിന് വേണ്ടി മുഖത്തെ മുടി പറിച്ചു കളയുന്ന പെണ്ണ്. നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയുടെ പിരിയത്തിൽ നോക്കടാ ചെറുപ്പക്കാരാ. നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന തെറ്റ് കണ്ടാ തിരുത്തേണ്ടവനാണ് നീ. നിന്റെ പെങ്ങളുടെ നെറ്റിയിൽ അവരുടെ മുഖത്തേക്ക് നോക്ക്, നിന്റെ സഹോദരിയുടെ മുഖത്ത് നോക്ക്, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക്, നിന്റെ പെൺമക്കളുടെ മുഖത്ത് നോക്ക്. ഇന്ന് പെണ്ണുങ്ങളല്ല സൗന്ദര്യവർദ്ധനവിന് വേണ്ടി പടച്ചവനെ അവരുടെ ശരീരത്തിലെ മുടി പിടിച്ചു കളയുകയാണ്. ഇന്നെല്ലാം മോഡലാ, കൊടുത്ത നാറുപടി പൊന്നുമോള്, മണ്ണ് തിന്നണ്ട ശരീരവാ. എത്രയൊക്കെ സൗന്ദര്യമുള്ളവളാണെങ്കിലും 3ന്റെ അന്ന് കബറങ്ങാടം പൊളിച്ചാ അല്ലാഹുവേ ചിതൽ
ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾ കൂടി ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡിലറേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല കൊള്ളലാനത് കൊണ്ട് ഇതെല്ലാം പുഴുക്കൾ തിന്നുന്ന ഒരു ദിവസം വരാനുണ്ട് മോളെ. നിന്റെ സൗന്ദര്യം നാട്ടുകാർക്ക് കാണാനുള്ളതല്ല, നിന്റെ സൗന്ദര്യം നിന്റെ ഭർത്താവിന് ആസ്വദിക്കാനുള്ളതാ. നാട്ടുകാരുടെ മുന്നിൽ സൗന്ദര്യമുള്ളവളാണെന്ന് തെളിയിക്കാം. തന്റെ മുഖത്തിലേക്കും തന്റെ പിരികത്തിലേയും മുടി പിടിച്ചു കളയുന്ന ഉമ്മമാരെ, അല്ലാഹു ശപിച്ചവളാണ് നീ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാണ് നീ. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് ഈ മഹാനിന്റെ ചാരത്ത് വന്നിരിപ്പുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തോ? അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് തൗബ ചെയ്ത അല്ലാഹുവിന്റെ സ്നേഹം നേടാതെ പോകല്ലേ. മൂന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ടവരെ, നരച്ച മുടി മറയ്ക്കുന്നവരാ. പടച്ചവനെ ഇന്ന് പ്രായം മറയ്ക്കാതെ, ഇന്ന് പ്രായം പടച്ചവനെ നരച്ച മുടിയുടെ മുന്നില് എന്റെ പ്രിയപ്പെട്ടവരെ കറുത്ത പെയിന്റടിച്ചിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, നീ ശാപം കിട്ടിയവളാണ്, പടച്ചറപ്പിന്റെ ശാപം കിട്ടിയവളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, ഈ പറയുന്ന മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവർ അല്ലാഹുവിന്റെ ശാപം വാങ്ങുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പടച്ചവനെ ഭയന്ന് ജീവിക്കൂ. അല്ലാഹുവിനെ മറന്നു പോകല്ലേ, വന്ന വഴി മറന്നു പോകല്ലേ. നിങ്ങളെ എല്ലാ പാവങ്ങളും കെടികളാ. ഇടയ്ക്കിടയ്ക്ക് നോവല് വായിക്കുന്നത് കേടുത്ത് മാറ്റൂ. എന്തിനാ സിനിമാ താരങ്ങളെ കണ്ടുപിടിക്കുന്നത്, സീരിയൽ നടിമാരെ കണ്ടുപിടിക്കുന്നത്, മോഡലുകളുടെ ചരിത്രം വായിക്കുന്നത്? നിങ്ങളെ നിന്നെ പോലെ വിചാരമുള്ള പച്ചയിറച്ചിയുള്ള നിന്റെ കാല് കാടാരടകുള്ള നിന്നെക്കാലും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കഴിഞ്ഞിരുന്ന എത്രയോ മഹതിമാരുണ്ട്. ആയിഷ ബീവിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്, ഖദീജ ബീവിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്, ഫാത്തിമ ബീവിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഒരുപാട് സഹാബി വനിതകളുടെ ചരിത്രം നിനക്ക് പഠിക്കാറില്ലേ? നഫീസത്തുൽ മിസ്രിയ എന്നൊരു സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു. ആ മിസ്റിന്റെ മാണിക്യത്തിന്റെ ചരിത്രം നീ വായിച്ചു നോക്കാത്തതുണ്ട്. മിസ്രിയാനെ നിനക്കറിയുമല്ലോ, മൈമൂനത്തുൽ മിസ്രിയാനെ നിനക്കറിയുമല്ലോ. ഒരുപാട് മഹദികളുടെ ചരിത്രം നിനക്ക് വായിക്കാൻ പഠിക്കാനുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ അവരെയൊക്കെ അവരുടെ ചരിത്രങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താ തീരുമാനിച്ചോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പടച്ച റബ്ബിന്റെ ദീൻ മറന്നു പോകുന്ന ഏത് വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കാൻ തയ്യാറാകുന്ന യുവത്വേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ദഖൽതുൽ ജന്ന വസമിഅത് ഖശബതൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ അതാ മുത്തുനബിയുടെ മുന്നിലൂടെ സ്വർഗ്ഗത്തിൽ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ സ്വർഗ്ഗത്തിൽ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. ആരാണെന്നറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത അത്ഭുതമായി പടച്ചവര്, എന്നെക്കാലം മുമ്പേ സ്വർഗ്ഗത്തിൽ ഒരു പെണ്ണ് കടന്നു പോകുന്നു. മുത്തുനബിയാണ് സ്വർഗ്ഗം തുറക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഫഖുൽതു മൻ ഹൗലാ,
ആരാ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാ? ആ സമയത്ത് മലക്കുകൾ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹദിഹി റുമൈസ, അത് റുമൈസയാണ് നബിയേ, അത് റുമൈസയാണ് നബിയേ. ആരാണ് റുമൈസ എന്നറിയുമോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവാണ് മഹ്ദി ഉമ്മു സുലൈം. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് സഹം ഉമ്മു സുലൈം. ഭർത്താവ് പറയുകയാ, നിന്നെ ഞാൻ ഉപേക്ഷിക്കും, ഈ പിഞ്ചു മകനെയും കൊണ്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും ഉമ്മു സുലൈം. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ദീൻ വലിച്ചെറിയാൻ എനിക്ക് പറ്റൂല, എനിക്ക് അല്ലാഹുവിനെ വേണം, എനിക്ക് മുത്തുനബിയെ വേണം, എനിക്ക് എന്റെ ദീൻ വേണം, അതുപോലെ നിങ്ങളെയും എനിക്ക് വേണം, നിങ്ങളെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അതാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി കേൾക്കുമ്പോൾ മാലിക് എന്ന് പറയുന്ന ഭർത്താവുണ്ടല്ലോ, പടച്ചവനെ തന്റെ പൊന്നാര മകനെ കയ്യിലേൽപ്പിച്ചിട്ട് അവിടെ വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ്. ചോരക്കുഞ്ഞിനെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മു സുലൈം നിന്ന് കരയുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. മുസ്ലിമായതിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാണ്. ഉമ്മു സുലൈം തകർന്നില്ല. അനസ് എന്ന് പറയുന്ന കുഞ്ഞുമോനെ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തുകയാണ്. അല്ലാഹുവേ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് വളർത്തുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്ത് നാട്ടിലേക്ക് വന്നപ്പോ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോ എല്ലാവരും സമ്മാന പൊതിയുമായിട്ട് ഓടുകയാണ്. മുത്തുനബിയുടെ കയ്യിൽ കൊണ്ടുപോയി സമ്മാനം കൊടുക്കുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല വീടിന്റെ അകത്തിരുന്ന് കരയുന്നു, അല്ലാഹ് എന്റെ കയ്യിലൊന്നുമില്ലല്ലോ റബ്ബേ, മുത്തുനബിക്ക് കൊടുക്കാ, ലോകത്തിന്റെ നേതാവിനെ കൊടുക്കാ, കണ്ടിരുന്ന ആദ്യമായിട്ട് മുത്തുനബിയെ കാണുമ്പോ കൊടുക്കാ തന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഉമ്മു സുലൈം വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. എന്നിട്ട് തന്റെ പൊന്നാര മകനെയുണ്ടല്ലോ, അനസ് എന്ന് പറയുന്ന 10 വയസ്സുള്ള തന്റെ പൊന്നാര മകനെ ഒരുക്കുകയാണ്. പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, തന്റെ പൊന്നുമോനെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം തേച്ചിട്ട് തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാ. അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ ചോദിക്കുന്നു, എന്തിനാ ഉമ്മ കരയുന്നത്? എന്തിനാ ഉമ്മ കരയുന്നത്? തന്റെ പൊന്നാര മകന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഉമ്മു സുലൈം കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാവരും അങ്ങേക്ക് സമ്മാനം കൊണ്ടുവന്ന് തരുന്നുണ്ട്, വിലപിടിപ്പുള്ള സമ്മാനങ്ങള് എല്ലാവരും അങ്ങയുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട്. എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവളാ, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ. എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടം അല്ലാഹുവും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ എനിക്കിന്ന് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ പൊന്നുമകൻ അനസിനെയാണ് നബിയേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ 10 വയസ്സുള്ള പൊന്നുമോനെയാ. അങ്ങയുടെ കയ്യിൽ തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. 10 വയസ്സുകാരനായ അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇവനെ എടുത്തോ നബിയേ, എന്റെ പൊന്നുമോനെ എടുത്തോ നബിയേ. അങ്ങയുടെ ചെരുപ്പെടുത്ത് തരാൻ, അങ്ങക്ക് വെള്ളമെടുത്ത് തരാൻ, അങ്ങക്കൊരു സാധ്യമായിട്ട് എന്റെ പൊന്നുമകനെ എടുത്തോ നബിയേ. അനസ് എന്ന് പറയുന്ന 10 വയസ്സുള്ള
9 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പൊന്നാര 10 വയസ്സുള്ള മകന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഉമ്മ പറഞ്ഞതെന്തെന്നറിയോ? മോനെ അനസ്, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് കാണുമ്പോ ഈ ഉമ്മാനെ നീ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ്, എന്നെ നീ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് തന്റെ പൊന്നുമകന്റെ കൈ പിടിച്ച് കൊടുത്തുകൊണ്ട് ചരിത്രം പറയുമ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനിന്റെ ചാരത്ത് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് ചോദിക്കുകയാ, ആ ഉമ്മ സുലൈം കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ കിടക്കുന്നത് പോയിട്ട്, ആ സ്വർഗം ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗമെന്ന് കാണുന്നത് പോയിട്ട്, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടി ദൂരം വരെ അടിച്ച് വീശുന്നുണ്ട്. അതൊന്ന് ശ്വസിക്കാ, അതൊന്ന് ശ്വസിക്കാ. നമുക്കർഹതയുണ്ടോ പെങ്ങള്? അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുകയാ, അഹങ്കാരമൊക്കെ മാറ്റുമോളെ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത് ഞാൻ നിർത്തുകയാണ്. ഇന്നലെ കണ്ടവനെ എന്ന് കാണാത്ത ദുനിയാവാ. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമുക്കൊന്നും രോഗമില്ലല്ലോ, ക്യാൻസർ ഇല്ലല്ലോ, ട്യൂമർ ഇല്ലല്ലോ, കിഡ്നി തകർന്നിട്ടില്ലല്ലോ, എനിക്ക് പ്രായമായില്ലല്ലോ, ഞാനിപ്പോഴെങ്ങും മരിക്കൂല, ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന ഒരു ധാരണ നമുക്കുണ്ട് മുസ്ലിമേ. എങ്കിലാരാ പറഞ്ഞത്? എങ്കിലാരാ പറഞ്ഞത്? തുഅമ്മീലു ഫിദ്ദുനിയാ طويلا ولا تدري إلى جن ليل هل تحيس إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش دهرا لا تهري. കവി എവിടെന്ന് ചോദിക്കുകയാണ്, കവി എവിടെന്ന് ചോദിക്കുകയാ. നമ്മുടെ ചില പ്രവർത്തനങ്ങളും നടത്തവും നമ്മുടെ ജീവിതവും കണ്ട ഒരിക്കലും മരിക്കാത്തവനെ പോലെ ഇങ്ങനെ നടക്കുന്നവരോട് കവി ചോദിക്കുകയാ, രാവിലെ സലാം പറഞ്ഞിട്ട് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയടാ? രാവിലെ ജോലിക്ക് പോകുവാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബനം തന്നിട്ട് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയി? രാവിലെ പാതിരാത്രി ഭക്ഷണം കഴിച്ച് ഉമ്മയുടെ കൂടെ കിടപ്പറയിലേക്ക് കടന്ന നിന്റെ വാപ്പ എവിടെ? നിന്റെ ഉമ്മ എവിടെ? രാവിലെ പോയവർ വൈകുന്നേരം തികച്ചില്ല, വൈകുന്നേരത്തെ കടന്നവര് രാവിലെ എഴുന്നേറ്റില്ല. കണ്ടില്ലേടാ കൊണ്ടുപോയത്? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാണ് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വെള്ള തുണിയിലേക്ക് കുളിപ്പിച്ചിട്ട് നിന്റെ വാപ്പാനെ കൊണ്ടുകിടത്തി, നിന്റെ ഉമ്മാനെ കൊണ്ടുകിടത്തി, നിന്റെ കുടുംബത്തിലെ പലരെയും കൊണ്ടുകിടത്തി, മൂക്കിന്റെ താരത്ത് പഞ്ഞികെടുത്ത് വെച്ചു, ചെവിയിലും വായിലും കണ്ണിലുമെല്ലാം പഞ്ഞികെടുത്ത് വെച്ച് 3 കഷ്ടം വെള്ള തുണിയെടുത്ത് പൊതിഞ്ഞിട്ട് അതാ തലയിലും കാലിലും തുണിയങ്ങ് ചുരുട്ടിയിട്ട് 3 കെട്ട് കെട്ടിയിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിനകത്ത് എടുത്തു വെച്ച് 6 പേര് ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കുടിച്ചിട്ടില്ലടാ. എന്തേ ചിന്തിക്കാത്തത്? നീ വിചാരിച്ചോ ക്യാൻസർ ഉണ്ടെങ്കിലേ മരിക്കുമെന്ന്, ട്യൂമർ വന്നാലേ മരിക്കുമെന്ന് നീ കരുതിയെങ്കിൽ ഇല്ലടാ. ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണു മരിച്ചു പോകുന്നടാ ചെറുപ്പക്കാരാ. കഴിഞ്ഞ
ഞായറാഴ്ച ദിവസം ചങ്ങനാശ്ശേരിയിലെ റബ്ബേ 28-ാം തീയതി 27-ാം തീയതി ചങ്ങനാശ്ശേരിയിലെ മക്കാമിൽ കിടക്കുന്ന കറുത്ത തങ്ങളുടെ ആണ്ട് നേർച്ചയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മഹല്ലില്, ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലില് 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ പടച്ചവനെ ഗൾഫിൽ നിന്ന് വന്നതാണ്. തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്ന് വിട്ടിട്ട് വാപ്പ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഒരു ദിവസമേ കഴിഞ്ഞുള്ളൂ. 18 വയസ്സുള്ള സുന്നമോ ഭക്ഷണം കഴിഞ്ഞിട്ട് കിടന്നതാ. സുബഹിക്ക് എഴുന്നേറ്റില്ല മോനെ. ചെന്ന് നോക്കുമ്പോ അവന്റെ ശരീരം തണുത്ത് വിറച്ചിരിക്കുകയാ. അവന് ക്യാൻസർ ഇല്ല, അവന് ട്യൂമർ ഇല്ല, ഒരു മാരക രോഗവുമില്ല. അവൻ അറ്റാക്ക് ഉണ്ടാകാ, കൊളസ്ട്രോൾ ഇല്ല, ബ്ലോക്ക് വന്നിട്ടില്ല. രാത്രി കിടക്കുമ്പോ ഒരു തലവേദന പോലുമില്ലാത്ത 18 വയസ്സുകാരൻ ആറടി മണ്ണിന്റെ അകത്താ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചിട്ട് 6 മാസം. പടച്ചവനെ, എന്റെ പള്ളിയുടെ നമ്മുടെ പരിസരം കോട്ടയം ജില്ലയില് അതാ തന്റെ പൊന്നാര ഭാര്യ പ്രസവിച്ചിട്ട് 6 മാസമായി. 27 വയസ്സുള്ള ചെറുപ്പക്കാരന് വാപ്പയും ഉമ്മയും ഭാര്യയും ഒരുമിച്ചിരുന്ന് രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ചോറ് വാരിയിട്ട് വായിലേക്ക് വെക്കാൻ പോകുമ്പോ ഒന്ന് പുറകിലേക്ക് വീണു മോനെ. അനക്കമില്ലടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർ പറഞ്ഞു സൈലന്റ് അറ്റാക്ക്. എത്രയോ പിഞ്ചുമക്കളുടെ മയ്യത്ത് കബറടക്കി വരുന്നുണ്ട്. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കബറടക്കി വരുന്നുണ്ട്. എന്തേ നിനക്കും മരിക്കേണ്ടവനാണെന്ന് തോന്നാത്തതെന്താണ്? അതുകൊണ്ട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഒരുങ്ങിക്കോ, സ്വന്തം കാര്യം നോക്കിക്കോ. ഇതാ نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇത് മുത്തുനബിയുടെ മരണമെടുത്തു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ വന്നറിയിച്ച ഒന്നാമത്തെ അടയാളമാ. അതുകൊണ്ട് എനിക്കും നിങ്ങളോടും എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് പറയാറുള്ളത്, പോകാ സമയമായി, ഈ ലോകം തകരാ സമയമായി. അതിന്റെ അഹങ്കാരമാ കാണുന്നത്. അല്ലാഹുവേ, അതിന്റെ മുമ്പുള്ള പ്രവർത്തനങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇടിഞ്ഞു വീഴാറായി. വേണമെങ്കിൽ ഒരുങ്ങിക്കോ, വേണമെങ്കിൽ നന്നായിക്കോ, വേണമെങ്കിൽ പടച്ച റബ്ബിന്റെ സ്നേഹം പിടിച്ചു പറ്റിക്കോ, എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കിക്കോ. അതുകൊണ്ട് ഫസബ്ബിഹു ബിഹംദി റബ്ബിക, അല്ലാഹുവിലേക്കടുത്തോ, അല്ലാഹുവിലേക്കടുത്തോ. പടച്ച റബ്ബിന്റെ സ്നേഹം വാങ്ങി വെച്ചോ. ഇസ്തിഗ്ഫാറുകൾ അധികമായിട്ട് പറഞ്ഞോ. മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള 4ാമത്തെ കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുന്നില്ല. കാരണം നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. ഉമ്മാന്റെ കാൽ ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്. അതുകൊണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാരെ ഞാൻ അവഹേളിക്കുന്നില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നിങ്ങളിലെ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ 6ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, കാക്കറബികളുടെ കാലത്ത് ജീവിച്ചിരുന്ന പെണ്ണുങ്ങളെക്കാലം തരതാഴ്ന്ന ജീവിതമാ. ഇരുണ്ട യുഗമെന്ന് വിളിക്കുന്ന ഡാർക്ക് ഏജിലെ പെണ്ണുങ്ങളെക്കാല് കഷ്ടമാ. ആ കാലമാണ് മോള് ദുരന്തങ്ങൾ വലിച്ചു വെക്കുന്നതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുങ്ങിക്കോ. അല്ലാഹുവേ, കരുണക്കടലായ നിന്റെ ദുരന്തങ്ങളുടെ അദാബുകളെ തൊട്ട്, നിന്റെ ദുരന്തങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നീ ഞങ്ങളെ
ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ നാടുകള് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ റബ്ബേ.